ലോകരാജ്യങ്ങളുമായി പരോക്ഷമായും പ്രത്യക്ഷമായും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച US ഇന്ത്യയോട് നയം മാറ്റുകയാണ്. ഇന്ത്യയും US തമ്മിലുള്ള നേരിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ വാഷിംഗ്ടണിൽ ആരംഭിച്ചിരുന്നു. ഈ യോഗത്തിനിടെ ഇന്ത്യയെ തങ്ങൾ ചൈന, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളെ പോലെയല്ല കാണുന്നത് എന്ന് അമേരിക്കയിലെ വ്യാപാര ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഏപ്രിൽ 2 മുതൽ വിവിധ രാജ്യങ്ങൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പരസ്പര താരിഫുകൾ പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ-അമേരിക്ക കൂടിക്കാഴ്ച നടന്നത്. ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ചൈനയുമായി വ്യാപാര യുദ്ധം പുനരാരംഭിക്കുകയും തൊട്ടടുത്ത അയൽക്കാരും സഖ്യകക്ഷികളുമായ കാനഡ, മെക്സിക്കോ എന്നിവരുമായി പുതിയ വ്യാപാര യുദ്ധം തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകൾക്ക് 25% നികുതി ഏർപ്പെടുത്തും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെയും USലെയും ഉദ്യോഗസ്ഥർ 3 ദിവസമാണ് ചർച്ച നടത്തുന്നത്. ഈ വേളയിൽ ഘടനാപരമായ ചർച്ചകൾക്കുള്ള ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിൽ ഇരുപക്ഷവും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ ചർച്ചകളിൽ ടൈംസ് ഓഫ് റഫറൻസ് അന്തിമമാക്കുന്നത് പ്രധാനമാണ്. ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള റോഡ് മാപ്പും സമയക്രമവും ഈ യോഗത്തിൽ നിശ്ചയിക്കും. ചൈന, കാനഡ, മെക്സിക്കോ എന്നിവയുമായുള്ള വ്യാപാര സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി US ഇന്ത്യയുമായി ഒരു സഹകരണ സമീപനം തേടുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കറൻസി കൃത്രിമത്വം, നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് സുരക്ഷാ ആശങ്കകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ മറ്റു വ്യാപാര പങ്കാളികളുമായി US നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയുമായി താരിഫ് പ്രശ്നം മാത്രമേയുള്ളൂ. അത് ഇരുപക്ഷവും സൗഹാർദ്ദപരമായി പരിഹരിക്കുന്നുണ്ട് എന്ന ഒരു US ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തിരുന്നു. വാണിജ്യ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സംഘവും അസിസ്റ്റന്റ് ട്രേഡ് പ്രതിനിധി ബർഡൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള US സംഘവും തമ്മിലാണ് കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത്. വെള്ളിയാഴ്ചയോടെ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ പ്രധാന ചട്ടക്കൂട് അന്തിമമാകുമെന്നും ഉറപ്പാണ്. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ US സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ധനമന്ത്രിയുടെ US സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ മുന്നോട്ട് നയിച്ചേക്കാം. പക്ഷേ വ്യാപാരവും താരിഫുകളും മാത്രമല്ല ഇതിൽ ഉൾപ്പെടാൻ സാധ്യത. തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ ഇന്ത്യയും USഉം അവരുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതേസമയം ഇറക്കുമതി തീരുവ സംബന്ധിച്ച US വിമർശനങ്ങൾക്കിടെ US ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറയ്ക്കാൻ ആലോചനയുമായി ഇന്ത്യ എത്തിയതും ശ്രദ്ധേയമാണ്. ആദ്യഘട്ടത്തിൽ $23 ബില്യൺ മൂല്യമുള്ള ഇറക്കുമതിയിൽ പകുതിയിലധികം ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറയ്ക്കാനാണ് നീക്കം. ഏപ്രിൽ 2 മുതൽ ഇന്ത്യക്ക് മേൽ പകരത്തിന് തീരുവ ഈടാക്കുമെന്ന് US വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തിടുക്കപ്പെട്ട ഈ നീക്കം. പരസ്പര താരിഫുകൾ USലേക്കുള്ള $66 ബില്യൺ കയറ്റുമതിയുടെ 87%യും ബാധിച്ചേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 55% ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാണ്. നിലവിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് 5 മുതൽ 30% വരെയാണ് താരിഫ് ഈടാക്കുന്നത്. പുതിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ $23 ബില്യൺ മൂല്യമുള്ള ഇറക്കുമതിയിൽ പകുതിയിലധികം ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറച്ചേക്കും. ചില ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായും ഇല്ലാതാക്കും. അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സർക്കാർ വൃത്തങ്ങൾ പക്ഷേ തയ്യാറായിട്ടില്ല.